2 ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങളെല്ലാവരോടൊപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്നെക്കുറിച്ച് ആദ്യമായി ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് സദസ്സിൽ നിന്നും എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിനെ തുടർന്ന് കേരള ഗവൺമെൻറ് ഒരു ആദരിക്കുന്ന രീതിയിൽ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേയധികം ആക്ടേഴ്സും അതുപോലെ തന്നെ കുറേയധികം മേഖലയിൽ നിന്ന് ആൾക്കാർ അദ്ദേഹത്തിനെ ആശംസിക്കാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചടങ്ങിനിടയിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു പ്രസംഗമാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഇതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ലാലേട്ടനെ പറ്റി കുറച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ഒരു ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, എനിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ആരും ആദരിക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പം ചെയ്യുന്നുണ്ട്, അത് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോ ഇദ്ദേഹം പറഞ്ഞ് ഇങ്ങനത്തുള്ള പറയുന്ന രീതിയിൽ വെളിയിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസാണ് ഇപ്പോൾ അടൂർ സാറിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം മോഹൻലാലിനെ പറ്റി കുറേയധികം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് ഭയങ്കര ജലസാണ് എന്നുള്ളൊരു കാര്യം, അസൂയയ്ക്കും കുശുമ്പിനൊന്നും മരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇദ്ദേഹം സാധാ രീതിയിൽ പറഞ്ഞതാണോ അതോ ഈ കമൻസിലൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് അസൂയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക.